സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. സുപ്രഭാതം പത്രം കത്തിച്ചത് സമസ്തയെ കത്തിക്കുന്നതിന് തുല്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗിനെതിരെ ഉമർ ഫൈസി മുക്കം നടത്തിയത് സ്വാഭാവികമായ പ്രതികരണമാണ്. ഇങ്ങനെ പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ പച്ചപ്പതാക കാണൂ എന്നും KS ഹംസ 24-നോട് പറയുന്നു, പരിഹസിക്കുന്നു. സംസ്ഥാനത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സമസ്തയുടെ നിലപാടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു മണ്ഡലം പൊന്നാനിയാണ്. പൊന്നാനി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ 24-നൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്ത കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പറയുന്നത് ലീഗുമായി കൃത്യമായി ഭിന്നതയുണ്ടെന്നാണ്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ലീഗുമായി ഭിന്നതയൊന്നും ഇല്ല എന്ന് സാധാരണ സമസ്തയുടെ നേതാക്കളും ലീഗും പറയാറുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയുന്നൊരു പരമാർത്ഥമാണ്, ഭിന്നതയുണ്ട് എന്നുള്ളത്. കുറച്ച് കാലങ്ങളായി ഒരു മൂപ്പിളമ പോര് എന്ന് പറയല്ലോ, അത് നിലനിൽക്കുന്നുണ്ട്. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. അത് മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നിന്നു പോയതായിരുന്നു. കുറച്ച് കാലങ്ങളായി വീണ്ടും പുതിയ ഒരു നേതൃത്വം വന്നതോടുകൂടി അത് ആരംഭിച്ചു. സുപ്രഭാതം പത്രം കത്തിച്ചല്ലോ, അതൊരു പത്രമല്ലല്ലോ കത്തിച്ചത്, ഒരു ജിഹ്വയാണ് കത്തിക്കുന്നത്. വളരെ അപകടത്തിലേക്കാണ് ലീഗ് പോകുന്നത്. ആ പാർട്ടി പത്രം കത്തിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണമായിരുന്നു, അവരുടെ പതാക പണയം വെച്ചിരിക്കുകയാണ്. വയനാട്ടിൽ മാത്രമാണ് ആ പതാക മൂടി വെക്കുള്ളൂ എന്നാണ് കണക്കാക്കിയത്. പക്ഷേ പാലക്കാട് പോയപ്പോൾ അവിടെയും പാടില്ലെന്ന് പറഞ്ഞു. കുറച്ചുകൂടി തെക്കോട്ട് പോയപ്പോൾ ആലപ്പുഴയിൽ ആ പതാക പാടില്ല. ഇങ്ങനെ പോയാൽ ആ പതാക ഇനി റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ കാണാൻ കഴിയൂ. ഉമർ ഫൈസി മുക്കം 24-നോട് സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സമസ്തയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയാണ് ലീഗിൻ്റെ പ്രധാന ഭാരവാഹികൾ, പ്രത്യേകിച്ചും ലീഗിൻ്റെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത്, അദ്ദേഹം പ്രസംഗിക്കുന്നതെന്ന്. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ അണികൾ എല്ലാവരും ഓരോ നെരിപ്പോടാണ്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇത് അത്ര പെട്ടെന്ന് കെട്ടടങ്ങില്ല. ഉമർ ഫൈസി മുക്കത്തെ പോലെ സമസ്തയുടെ ഒരു പ്രധാന വക്താവ്, സമസ്തയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇങ്ങനെ പരസ്യമായി ലീഗിനെതിരെ പറയണമെങ്കിൽ സമസ്തയ്ക്കകത്ത് അങ്ങനെ ഒരു കൂടിയാലോചന നടന്നു, അല്ലെങ്കിൽ ലീഗിൻ്റെയും UDFൻ്റെയും നിലപാടിനെതിരെ കൃത്യമായി പരസ്യമായി പറയാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കുമല്ലോ. അങ്ങനെ ഒന്നും തീരുമാനമെടുത്തിട്ടല്ല. പക്ഷേ ഇത് സ്വാഭാവികമായ ബഹിർഗമനങ്ങളാണ്. ആത്മാവിൻ്റെ അറകളിൽ തിങ്ങി വിങ്ങി കെട്ടുന്ന, ശ്വാസം മുട്ടിക്കിടക്കുന്ന പല വികാരങ്ങളുടെയും സ്വാഭാവിക ബഹിർഗമനമാണ് ഈ നടക്കുന്നതൊക്കെ. വളരെ കൃത്യമായി പറയുന്നത് പൊന്നാനിയിലെ ജനവിധി ലീഗിനെ കണ്ണു തുറപ്പിക്കാൻ ആയിരിക്കുമെന്നാണ്. ദീപക് ധർമ്മടം, 24. അപ്പോൾ അത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ 3 നാൾ മാത്രം ബാക്കി നിൽക്കെ കുറേയധികം വോട്ടുകളുള്ള സമസ്തയുടെ നിലപാട്, അല്ലെങ്കിൽ ഉമർ ഫൈസി മുക്കത്തിൻ്റെ നിലപാട് ചർച്ചയാവുന്നത് കുറ്റം പറയാൻ കഴിയില്ല, അല്ലേ? ഇല്ല, എന്തായാലും ഈ പറയുന്നത് പോലെ അത് സ്വാഭാവികമായി വന്നതാണ്. അല്ലാതെ ആലോചിച്ചുറപ്പിച്ച് ഇങ്ങനെ പറയണം ഈ സമയത്ത് എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അത് ആത്മാവിൽ ഉണ്ടായിരുന്ന കാര്യം പുറത്തു വന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ ബഹിസ്ഫുരണമെന്ന് പറഞ്ഞു. നന്നായി സംസാരിച്ചു KS ഹംസ. ഇതാ ഇവിടെ അനസ തോമസ്, SKN ഖിദർ എന്ന് ചോദിക്കുന്നുണ്ട്. രതീഷ് NR, തലൈവർ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. തലൈവർ വരുവാർ, കുറച്ച് തിരക്ക്, അതുകൊണ്ടാണ്.